സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് എം ജി ഗ്ലോസ്റ്ററിൻ്റെ ഈ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ആസ് യൂഷ്വൽ എം ജി ആണല്ലോ, അപ്പോൾ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്ന ഒരു ബാഡ്ജിങ് എന്തായാലും ഉണ്ടാവും. ഫസ്റ്റ് എം ജിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് എന്താ സംഭവിച്ചാൽ എം ജി ഗ്ലോസ്റ്റർ എവറിത്തിങ് ഇൻസൈഡ്. ഹായ്, വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. ഓൾ തിങ്സ് ഓട്ടോയിലെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടി എം ജിയുടെ ഗ്ലോസ്റ്ററാണ്. എം ജിയുടെ ഗ്ലോസ്റ്റർ എന്ന് പറയുമ്പോൾ എം ജിയുടെ സീരീസിൽ, അതായത് എം ജി ഫസ്റ്റ് ഇറക്കിയത് ഹെക്ടറാണ്. ഹെക്ടറിന് ശേഷം എം ജിയുടെ ഒരു ഇലക്ട്രിക് വണ്ടി ഇറങ്ങി. അതിനുശേഷം ഇറങ്ങിയ വണ്ടിയാണ് എം ജി ഗ്ലോസ്റ്റർ. എം ജി ഗ്ലോസ്റ്റർ ശരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് ഫോർഡ് എൻഡേവറും അതുപോലെ ടൊയോട്ട ഫോർച്യൂണർ ആയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വേറൊരു കോമ്പറ്റീറ്ററും കൂടിയുണ്ട്, അതാണ് മഹീന്ദ്ര അൾട്ടോറാസ്. അപ്പോൾ ഈ 3 സെക്ടറിൻ്റെ അകത്ത് ഒരു പ്രീമിയം SUV കാറ്റഗറിയിലാണ് എം ജി ഗ്ലോസ്റ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ എം ജി ഗ്ലോസ്റ്ററിൻ്റെ ഫ്രണ്ട് ഫേഷ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഫോർഡ് എൻഡേവർ പോലെ ഭയങ്കര ഒരു ബുച്ചി ആയിട്ടുള്ളൊരു SUV അല്ല, പക്ഷേ എന്താ പറയുക, നല്ല റോഡ് പ്രസൻസ് ഉള്ളൊരു SUV ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഫേഷ്യൻ നോക്കാം ഇൻ ഡീറ്റെയിൽ ആയിട്ട്. എം ജി ഗ്ലോസ്റ്ററിൻ്റെ ഫ്രണ്ട് ഫേഷ്യലാണ് നമ്മൾ. ഫ്രണ്ട് ഫേഷ്യൽ ശരിക്കും ഒക്ടഗണൽ ഗ്രില്ലാണുള്ളത്. ശരിക്കും ഇത് ഒരു ക്രോം എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ക്രോം ഫിനിഷാണ് തരുന്നത്. അതുപോലെ എം ജിയുടെ ഒരു വലിയൊരു ലോഗോ കാണാൻ പറ്റും. ആ ലോഗോ ശരിക്കും നല്ലൊരു പ്രസൻസുള്ള ലോഗോ തന്നെയാണ്. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി LED ആണ്, പക്ഷേ ഫോഗ് ലാമ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് LED അല്ല, ഹാലോജൻ ആണ്. ഈ സൈഡിൽ കുറച്ച് ക്രോം എലമെൻറ്റ്സ് കാണാം, അതുപോലെ കുറച്ച് പീക്സ് ഉണ്ട് ഈ ഫോഗ് ലാമ്പിൻ്റെ ഭാഗത്തേക്ക്. പിന്നെ ഈ സൈഡിൽ കാണണമെങ്കിൽ എയർ ഇൻടേക്ക് കാണാം. ഈ എയർ ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഫേക്ക് അല്ല, നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു എയർ ഇൻടേക്ക് ആണ്. താഴെ സ്കിപ്പ് പ്ലേറ്റ്സ് ഇല്ല വണ്ടിക്ക്, പക്ഷേ ഈ കാണുന്ന ക്രോം എലമെൻറ്റ്സ് ശരിക്കും കുറച്ചുകൂടി ഭംഗി തരുന്നതാണ്. അതിൻ്റെ മുകളിലാണ് സെൻസേഴ്സ് ഉള്ളത്. ഈ വണ്ടി ശരിക്കും കുറേ സെൻസേഴ്സിൽ വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഹുഡിനെ കുറിച്ചാണ്. ഹുഡിൽ ഓവർ ക്രീസ് ലൈൻസ് ഒന്നുമില്ല, നല്ല വൃത്തിക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഹുഡ് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ വൈപ്പേഴ്സാണ്. വൈപ്പേഴ്സ് ശരിക്കും നല്ല ക്ലീനിങ് തരുന്ന വൈപ്പേഴ്സാണ്, അതുപോലെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വൈപ്പേഴ്സാണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് എം ജി ഗ്ലോസ്റ്ററിൻ്റെ ഈ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ടയർ തുടങ്ങാം. ടയർ വന്നിട്ട് 19 ഇഞ്ച് ഓഫ് അലോയ്സ് ആണ്. 19 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഫസ്റ്റാണ് ഇത്രയും വലിയൊരു ടയർ സൈസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അലോയ്സിൻ്റെ സ്പോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയമണ്ട് കട്ട് സ്പോക്കാണ്. പിന്നെ നമുക്ക് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു ശരിക്കും ഒരു എയർ ഇൻടേക്ക് പോലെ തോന്നും, പക്ഷേ ഇത് ഫേക്ക് എയർ ഇൻടേക്ക് ആണ്. ശരിക്കും ഒരു ബ്രഷ്ഡ് അലുമിനിയത്തിൻ്റെ ഒരു കോട്ടിംഗ് മാത്രമേ ഉള്ളൂ. ഈ ബ്രിഡ് ഡൈനാമിക് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഈ വണ്ടി ശരിക്കും UK എഞ്ചിനീയേഴ്സ്, ലൈക്ക് എം ജിയുടെ തന്നെ UK എഞ്ചിനീയേഴ്സ് ചേർന്നിട്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലെഗസിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ബ്രിഡ് ഡൈനാമിക്കിൻ്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുള്ളത്. പിന്നെ ആക്ച്വലി എം ജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എം ജി ബാഡ്ജിങ്ങിൽ കുറേ കളിക്കുന്ന ഒരു കമ്പനിയാണ്. ലൈക്ക് ഇഷ്ടംപോലെ ബാഡ്ജിങ് നമുക്ക് ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാനുള്ള ഇതിൻ്റെ ORVM ആണ്. ORVMൻ്റെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ള നല്ലൊരു കോൺട്രാസ്റ്റിൽ ORVM, ഒരു സിൽവറും ബ്ലാക്കിൻ്റെ കോൺട്രാസ്റ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പ്ലസ് ഇതിൻ്റെ അകത്തൊരു LED കാണാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ക്രോം ഫിനിഷ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ റിക്വസ്റ്റ് സെൻസറിലൊരു ഗ്രാബ് ഹാൻഡിലും അതുപോലെ തന്നെ സൈഡിൽ കാണുന്നത് ഒരു ബ്രഷ്ഡ് ക്രോമാണ്. ലൈക്ക് ഇങ്ങനത്തെ ക്രോം അല്ല, ഇത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ബ്രഷ്ഡ് ക്രോമാണ്. അപ്പോൾ ശരിക്കും ഈ വണ്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രീമിയം ഫീലാണ് ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ അകത്ത് ഗ്ലാസ് ഏരിയ എന്ന് പറയുമ്പോൾ നല്ലൊരു ഹ്യൂജ് ഗ്ലാസ് ഏരിയയാണ്. ഫ്രണ്ടും കണ്ടു, നമ്മൾ ബി പില്ലറിലെ ഗ്ലാസ് ഏരിയയും കണ്ടു. അപ്പോൾ ഇത്രയും നല്ല ഗ്ലാസ് ഏരിയയുടെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ അകത്ത് നല്ലൊരു എയറി ക്യാബിൻ ആയിരിക്കും. പിന്നെ നമുക്ക് C സെക്ഷനിൽ കിടക്കാം. C സെക്ഷനിൽ കിടക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ടുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള വിൻഡോസാണ് നമ്മൾ നോർമലി ഈ സെഗ്മെൻറ്റ് വണ്ടികളിൽ കാണാം. പക്ഷേ ഇതിൻ്റെ വിൻഡോ ലൈൻ ശരിക്കും നല്ലൊരു വലിപ്പം കൂടി വിൻഡോ ലൈനാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും നീളം കൂടിയ വണ്ടിയാണ്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എം ജി ഗ്ലോസ്റ്ററിൻ്റെ ബാക്ക് പോർഷനിലുള്ളത്. അപ്പോൾ ബാക്ക് പോർഷൻ്റെ അകത്ത് ശരിക്കും നമ്മൾ ഫസ്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നത് ശരിക്കും ഈ ഗ്ലോസ്റ്ററിൻ്റെ വലിയൊരു ബാഡ്ജിങ് ആണ്. അപ്പോൾ ശരിക്കും ഇതൊരു ആവശ്യമില്ലാത്തൊരു ഫാക്ടറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഷേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബോക്സി ആയിട്ടുള്ള ഷേപ്പാണ്, വലിയൊരു ക്യാച്ചി ആയിട്ടുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എം ജിയുടെ ഒരു ലോഗോ കാണാം. പിന്നെ ക്രോമിൻ്റെ യൂസേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഈ ഗ്ലോസ്റ്ററിൻ്റെ ബാഡ്ജിങ്ങിൽ മാത്രമേ ഉള്ളൂ ക്രോം. പിന്നെ ഈ എം ജിയുടെ താഴെ കാണുന്ന ഒരു ലൈനിങ്ങിലും ക്രോം ഉപയോഗിച്ചിട്ടുണ്ട്. ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെയിൽ ലാംപ്സ് ആക്ച്വലി LEDs ആണ്. LEDs ശരിക്കും ബൂട്ടിലേക്ക് നല്ല വൃത്തിക്ക് തന്നെ കയറിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ആസ് യൂഷ്വൽ എം ജി ആണല്ലോ, അപ്പോൾ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്ന ഒരു ബാഡ്ജിങ് എന്തായാലും ഉണ്ടാവും. പിന്നെ കാണാനുള്ളത് ഇതിൻ്റെ അകത്ത് ശരിക്കും ഞാൻ പറഞ്ഞത് ലെവൽ 1 ഓട്ടോണമസ് വണ്ടിയാണ്. അപ്പോൾ അതിനാണ് ഇതിൻ്റെ അകത്ത് ADAS എന്ന് പറഞ്ഞിട്ടുള്ളത്. ADASൻ്റെ ഫുൾ ഫോം വന്നത് അഡ്വാൻസ്ഡ് ഡ്രൈവേഴ്സ് അസിസ്റ്റ് സിസ്റ്റം എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് 4-wheel ഡ്രൈവ് ആണ്. അപ്പോൾ അതാണ് 4WD എന്നുള്ളൊരു ലോഗോ വരുന്നത്. ഈ സൈഡിലാണ് ഇതിൻ്റെ റിഫ്ലക്റ്റേഴ്സ് വന്നിട്ടുള്ളത്. റിഫ്ലക്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിക്ക് തന്നെ കർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ പോർഷനാണ്. താഴത്തെ പോർഷനിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു കോഡ് എക്സോസ്റ്റ് പോലത്തെ ഒരു ഫീൽ വരുന്നത്. ശരിക്കും പുറത്ത് കാണുമ്പോൾ നമുക്ക് കോഡ് എക്സോസ്റ്റ് ആയിട്ട് തോന്നും, പക്ഷേ കുറച്ചുകൂടി താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക ശരിക്കും ഇത് ഡ്യുവൽ എക്സോസ്റ്റ് ആണ്. ആ ഡ്യുവൽ എക്സോസ്റ്റിൻ്റെ ഒരു ഫംഗ്ഷനിങ് ഡ്യുവൽ എക്സോസ്റ്റ് ആയിട്ടും, പക്ഷേ പുറത്ത് കാണുമ്പോൾ ഒരു കോഡ് എക്സോസ്റ്റ് പോലെ ഫീൽ ചെയ്യും. പിന്നെ താഴെ കാണുന്നത് സെൻസേഴ്സ് ആണ്. ഈ സെൻസേഴ്സ് ആണ് ശരിക്കും ഇതിനെ കുറച്ചുകൂടി കേപ്പബിൾ ആക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. എം ജി ഗ്ലോസ്റ്ററിൻ്റെ നമുക്ക് ബൂട്ട് നോക്കാം. ബൂട്ട് നോക്കുന്ന മുമ്പ് ഇതിൻ്റെ അകത്തൊരു ഫെസിലിറ്റി ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടിയും പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക ഈ സെൻസറിൽ. അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബൂട്ട് അപ്ലിഫ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ബൂട്ടിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ തേർഡ് റോ
താഴ്ത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആംപിൾ എമൗണ്ട് ഓഫ് സ്പേസ് അവൈലബിൾ ആണ്. പിന്നെ ബാക്കിൽ ശരിക്കും ഒരു സബ് വൂഫർ വരുന്നുണ്ട്, അതുപോലെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ഒരു ടോ ഹുക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ബാക്കിൽ വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻറ്റീരിയർ പോയി നോക്കാം. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഗ്ലോസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ ചെക്ക് ചെയ്യാം. ഇൻറ്റീരിയർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും നമ്മൾ ഡോർ പാഡിനെ തുടങ്ങാം. ഡോർ പാഡിൻ്റെ അത് ശരിക്കും ഒരു 2 കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്കിൻ്റെയും അതുപോലെ നാപ്പാലത്തിൻ്റെ ഒരു കോമ്പിനേഷൻ. നല്ല പ്രീമിയം തരുന്ന ഒരു ഡോർ പാഡ് തന്നെയാണ്. ബോട്ടിൽ ഹോൾഡേഴ്സ് 1 ലിറ്ററൊക്കെ സുഖമായിട്ട് കൊള്ളും. പിന്നെ ഇവിടെ ചെറിയ കോയിൻസ് ഒക്കെ വെക്കാനുള്ള സ്പേസ്. പിന്നെ ആസ് യൂഷ്വൽ ലോക്കും അൺലോക്കും അതുപോലെ പവർ വിൻഡോസിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയില്ല, ഗ്ലോസ്റ്ററിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ വണ്ടിയുടെ ഡോർ ലോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ സീറ്റ് ഓട്ടോമാറ്റിക്കലി ബാക്കിലേക്ക് പോകും. അങ്ങനെ ബാക്കിലേക്ക് പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കയറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മാനുവലി മാറ്റണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതൊരു എന്താ പറയുക നമ്മൾ കയറിയിരിക്കാൻ തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടില്ല, നമുക്ക് സ്റ്റിയറിംഗ് തന്നെ പിടിച്ച് കയറാം. എം ജിയുടെ ഇൻറ്റീരിയർ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ നല്ല പ്ലഷ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഫസ്റ്റ് എം ജിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് എന്താ സംഭവിച്ചാൽ ഒരു BMW എവിടേക്കോ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് ഈ ഒരു ലെതറിൻ്റെ ഫീലും അതുപോലെ തന്നെ ഈ 12 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണ്. ഈ ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ നമുക്ക് BMW എന്തായാലും എവിടെയെങ്കിലും ഓർമ്മിപ്പിക്കുന്ന കാര്യം ഷുവറാണ്. അതുപോലെ ഈ സ്റ്റിക്കും ശരിക്കും ഈ ഗിയർ സ്റ്റിക്ക് അതും ശരിക്കും ഒരു BMW ഫീൽ തരുന്നൊരു സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ തന്നെ എം ജിയുടെ നല്ലൊരു അടിപൊളി ചങ്കി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്ത് ഞാനിതിന് മുമ്പ് ഫോർഡ് ഓടിച്ചപ്പോൾ എൻഡേവറിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ബട്ടൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ ബട്ടൺസാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്തുള്ളത്. അതുപോലെ എം ജിയുടെ ചെറിയൊരു ലോഗോ, പാഡൽ ഷിഫ്റ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാണുന്നത് 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേൻ്റെ അകത്ത് ശരിക്കും ലെഫ്റ്റ് കാണുന്നത് കിലോമീറ്റേഴ്സിൻ്റെ കാര്യം, അതൊക്കെ ശരിക്കും അനലോഗിലും അതുപോലെ റൈറ്റിൽ ശരിക്കും RPM ആണ്. RPM അനലോഗാണ്. എം ജി ഗ്ലോസ്റ്ററിൻ്റെ അകത്ത് ADAS എന്നൊരു ടെക്നോളജി ഉണ്ട്. ശരിക്കും ഈ ടെക്നോളജി ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഓട്ടോണമസ് ഡ്രൈവിംഗ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് വൈസ് ഇതിന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൺഫേം ആക്കാം. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ലെവൽ കുറച്ച് താഴ്ന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബോണറ്റ് ക്ലിയർ ആയിട്ട് എൻഡ് വരെ കാണാൻ പറ്റും. അത് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു ഫീൽ തരും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ AC വെൻസ്. അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് വീണ്ടും BMW ഒരു ഓർമ്മ തരും. താഴത്തുള്ളത് 2 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണുള്ളത്. 2 സോൺ ഇവിടെയും ആക്ച്വലി വണ്ടിക്കും ഉള്ളത് 3 സോൺ ആണ്. ഫ്രണ്ടിൽ 2 2 സോണും പിന്നെ സെക്കൻഡ് റോളാണ് 3 സോൺ ഉള്ളത്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ് എല്ലാ വണ്ടിയെ പോലെ. ഇതിൻ്റെ ശരിക്കും ഗിയറിൻ്റെ നോബ് പിടിക്കാനും അതുപോലെ നമുക്ക് കൈ വയ്ക്കുമ്പോഴും നല്ലൊരു കംഫർട്ട് ഫീൽ തരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് മാക്സിമം ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു SUV ആണ്. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഉള്ളത് ഇതിന് ശരിക്കും 7 ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. ആ ഡ്രൈവ് മോഡ്സിൻ്റെ നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ടേൺ ടോബിൾ ഇവിടെയുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കാണുന്നത് 2 കപ്പ് ഹോൾഡേഴ്സ് ആണ്. കപ്പ് ഹോൾഡേഴ്സിൻ്റെ അകത്ത് ഒരു ഗ്രിപ്പർ ടൈപ്പ് ഓഫ് കപ്പ് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ശരിക്കും വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. ഒരു ഫിഷ് ഫിൻ പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സൈഡിലൊക്കെ ലെതറിൻ്റെ സ്റ്റിച്ചിങ്ങും ലെതറാണ്. അപ്പോൾ ഇതൊക്കെ ഈ വണ്ടിക്ക് പ്രീമിയംനെസ് എന്തായാലും കൂടുതൽ തരും. ലൈറ്റ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു വാനിറ്റി മിററാണ് ഇത്. ശരിക്കും കോ ഡ്രൈവർ സൈഡിലും സെയിം എനേബിൾഡ് ആണ് വാനിറ്റി മിററിൻ്റെ അകത്ത്. അതുപോലെ LEDs ആണ് ഇതിൻ്റെ അകത്തുള്ള ലൈറ്റിംഗ് വരുന്നത്. ഗ്ലോസ്റ്ററിൻ്റെ സീറ്റ്സിനെ കുറിച്ച് എന്തായാലും എടുത്ത് പറയണം. ഈ സീറ്റ്സിനകത്ത് 2-3 ഫംഗ്ഷൻസ് നമുക്ക് ഈ സെഗ്മെൻറ്റിൽ തന്നെ വേറെ ഒരു വണ്ടിക്ക് ഇല്ലാത്തതാണ്. ഒന്ന് വന്നിട്ട് മസാജിങ്. അപ്പോൾ ശരിക്കും ഡ്രൈവർ സീറ്റിന് മസാജിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ കൂളിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. കോ ഡ്രൈവർ സീറ്റിന് മസാജിങ് ഫെസിലിറ്റി ഇല്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഹീറ്റിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. എം ജി ഗ്ലോസ്റ്ററിൻ്റെ സെക്കൻഡ് റോ സീറ്റാണ് ശരിക്കും ഈ ഒരു കോമ്പറ്റീഷൻ ലെവലിലെ ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീൽ ബേസുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ആ വീൽ ബേസിൻ്റെ ഒരു ലെങ്ത്ത് നമുക്ക് അകത്ത് എന്തായാലും കാണാൻ പറ്റും. ഭയങ്കര കംഫർട്ടാണ് ഇത്. ശരിക്കും അണ്ടർ തൈ സപ്പോർട്ടും അതുപോലെ തന്നെ ലെഗ് റൂമിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത്രത്തോളം ലെഗ് റൂമാണ്. ഈ ക്യാപ്റ്റൻ സീറ്റ്സ് ശരിക്കും നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് പോലെ തന്നെ നല്ല കംഫർട്ട് തരും. പക്ഷേ 2-3 ഫീച്ചേഴ്സ്, ഈ മസാജിങ് ഫീച്ചേഴ്സും അങ്ങനത്തെ ഫീച്ചേഴ്സൊന്നും ഇല്ല. ബാക്കി എല്ലാ രീതിക്കും നമുക്ക് നല്ല ഒരു എന്താ പറയുക നല്ല സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഹെഡ് സ്ട്രെയിൻ ആണ്. ഹെഡ് സ്ട്രെയിൻ്റെ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് ഇങ്ങനെ അടുപ്പിച്ച് വെക്കാൻ പറ്റും. പിന്നെ ആസ് യൂഷ്വൽ നാപ്പ ലെതറിൻ്റെ ഫീല് ഈ ഡോറിലും വന്നിട്ടുണ്ട്. അതുപോലെ സൈഡിലാണെങ്കിൽ ഡോർ ഹാൻഡിൽസും അതെല്ലാം ക്രോം തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫിഷ് ഫിൻ പോലത്തെ ഒരു മെറ്റീരിയലും അതിൻ്റെ മുകളിൽ സോഫ്റ്റ് ലെതർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷും അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് സ്റ്റിച്ചിങ്ങും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സൈഡിലാണ് AC വെൻറ്റ് വരുന്നത്. ഇവിടെ ശരിക്കും LED വരുന്നുണ്ട്. അതുപോലെ ഒരു ഹുക്ക് ഹോൾഡറും വരുന്നുണ്ട്, ഒരു ഗ്രാബ് ഹാൻഡിലും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വിൻഡോസിൻ്റെ ലൈനൊക്കെ ശരിക്കും ഭയങ്കര എന്താ പറയുക വലിപ്പം കൂടുതലാണ്. അങ്ങനെ വലിപ്പം കൂടുമ്പോഴുള്ള ഗുണം എന്താ സംഭവിച്ചാൽ നല്ല വെളിച്ചം വരും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു പാൻഡ്രോമിക് സൺറൂഫ് അവൈലബിൾ ആണ്. ഈ പാൻഡ്രോമിക് സൺറൂഫിൻ്റെ ഒരു പ്രത്യേകത ആസ് യൂഷ്വൽ MG എല്ലാ
വണ്ടിയിലും കൊണ്ടുവരുന്ന പോലെ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല വീതി കൂടിയ ഒരു പാനോറാമിക് സൺറൂഫാണ്. പിന്നെ താഴത്ത് നമുക്കൊരു ടണൽ ഏരിയ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെനൂവർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ബാക്ക് സൈഡിൽ വരുന്ന AC, തേർഡ് സോൺ AC വരുന്നത് ഇവിടെയാണ്. അതിന് നമുക്ക് മാക്സിമം നല്ല രീതിക്ക് നമുക്ക് കംഫർട്ടായി വെക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് സീറ്റ് മടക്കാതെ തന്നെ നമുക്ക് തേർഡ് റോയിലേക്ക് പോകാം. MGയുടെ തേർഡ് റോ ഓഫ് സീറ്റിംഗ് ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് ആണ്. ശരിക്കും നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല ബാക്കിൽ നോർമലി ഈ ഒരു സെഗ്മെൻറ്റ് ഇരിക്കാൻ പറ്റും. പക്ഷേ ഒരു അഡൾട്ട് ആയിട്ടുള്ള എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. അണ്ടർ സൈസ് സപ്പോർട്ട് ശരിക്കും ഇഷ്യൂ വരും, കാരണം വെച്ചാൽ നമ്മുടെ കാലിരിക്കുന്ന പൊസിഷൻ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്കൊരു ലോങ് ജേർണി മാക്സിമം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ശരിക്കും ഇതൊന്ന് സൈഡിൽ ഒരു ഇതുണ്ട്, അത് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെരിച്ചിടാൻ പറ്റും. അതുപോലെ ഹെഡ് റെസ്റ്റും നമുക്ക് കറക്റ്റാണ്. പിന്നെ 6 ഫുട്ട് ആയിട്ടുള്ള എൻ്റെ തല ചെറുതായിട്ട് ഇടിക്കുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ വല്ലാണ്ട് ബാക്കിയുള്ള കോമ്പറ്റീറ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥലം കുറച്ച് കൂടുതലാണ്. അതുപോലെ കംഫർട്ട് സെക്ഷൻ നോക്കുകയാണെങ്കിൽ AC-യുടെ വെൻറ്റ് വരുന്നുണ്ട് ഇവിടെ. AC-ക്ക് സോണൊന്നും വരുന്നില്ല, പക്ഷേ നമുക്ക് AC-യുടെ വെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഹുക്സ് അവൈലബിൾ ആണ്. അതുപോലെ റൈറ്റ് സൈഡിൻ്റെ അകത്തും ഹുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ചാർജറിൻ്റെ ബാക്കൊന്നും കൊടുക്കാം, ലൈക്ക് ടിക്കിയിലും കൂടി ഒരു ചാർജർ ഉണ്ട്, അവിടെ നിന്ന് ഒരു പോർട്ട് കൂടി എടുക്കാം. ലൈക്ക് ആ പോർട്ടിൽ നിന്നും ഒരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യസ് ആണ്. 3 പേർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പക്ഷേ ആളുടെ കാല് ഫ്രണ്ടിലേക്ക് നീട്ടേണ്ടി വരും. അല്ലാത്ത രീതിക്ക് 2 പേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. വിത്ത് കപ്പ് ഹോൾഡേഴ്സും അവൈലബിൾ ആണ്. MG ഗ്ലോസ്റ്റർ ഓടിക്കുമ്പോൾ എഞ്ചിനെ കുറിച്ച് പറയാം. എഞ്ചിനെ കുറിച്ച് പറയുന്ന മുമ്പ് എനിക്ക് ആദ്യമായിട്ട് എടുത്ത് പറയേണ്ട ADAS ഫീച്ചറിനെ കുറിച്ചാണ്. ഈ ഒരു സിസ്റ്റം കാരണമാണ് ഈ MG ഈ സെഗ്മെൻറ്റിലെ ഓട്ടോണമസ് 1 സീരീസിലേക്ക് കടന്നത്. ഓട്ടോണമസ് 1 സീരീസ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയി. ആ ആഡ് ഓൺ ഫീച്ചേഴ്സ് ശരിക്കും വണ്ടീനെ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിനെ കുറിച്ചാണ്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നോർമൽ ഒരു ക്രൂസ് കൺട്രോൾ നമ്മൾ എല്ലാ വണ്ടിയിലും കണ്ടിട്ടുണ്ടാകും. അതായത് നമ്മളൊരു കൃത്യമായിട്ടുള്ള സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ആ സ്പീഡിൽ പോകും. നമുക്ക് റൈറ്റ് ഫുട്ട് ആക്സിലേറ്ററിൽ നിന്ന് എടുത്ത് റെസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിലേക്ക് വരുമ്പോൾ ഒരു മിനിറ്റ് ഈ ചാട്ടം നോക്കട്ടെ. അതിനേക്കാളും മുമ്പ് ഈ ചാട്ടം ചാടിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട സസ്പെൻഷനെ കുറിച്ചാണ്. സസ്പെൻഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ കുറവായതുകൊണ്ടാണ് തോന്നുന്നു ആ ഉലച്ചിൽ നല്ല രീതിക്ക് കുറവുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന ഒരു കാറിനനുസരിച്ച് നമ്മളിവിടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 60 കിലോമീറ്റർ സ്പീഡ് വെക്കുകയാണെങ്കിൽ ഈ വണ്ടി 60 കിലോമീറ്റർ സ്പീഡ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ബൈ ചാൻസ് ഫ്രണ്ടിലത്തെ വണ്ടി ബ്രേക്ക് ചവിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സെൻസേഴ്സിന് മനസ്സിലാവുകയും ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ആവുകയും, അതായത് ആ വണ്ടി എത്രത്തോളം സ്ലോ ആവണോ അതിനനുസരിച്ച് ഇതും സ്ലോ ആവും. അതിനുശേഷം വണ്ടി സ്പീഡ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് ആ ഫ്രണ്ടിലത്തെ വണ്ടി കുറച്ചുകൂടി സ്പീഡ് എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി നമ്മൾ സെറ്റ് ചെയ്ത 60 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ ആ 60 കിലോമീറ്റർ സ്പീഡിലേക്ക് വീണ്ടും ആ ലെവലിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് ശരിക്കും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. ലെയിൻ അസിസ്റ്റ് ആണ്. ലെയിൻ അസിസ്റ്റ് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് ശരിക്കും ഈ ലെയിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ലെയിനിന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബസറോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ കാണിക്കും നിങ്ങൾ ലെയിൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു കോഷനാണ്, നമ്മൾ ഉറങ്ങി പോകാതിരിക്കുക. അല്ലെങ്കിൽ ഡ്രോസീനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും കൂടി ഒന്ന് വേക്കപ്പ് ചെയ്യാമെന്നൊക്കെയുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ശരിക്കും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നു. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റിന് ഉദ്ദേശിക്കുന്നത് ഈ മിററിൻ്റെ അകത്ത് ശരിക്കും നമുക്കൊരു ബ്ലിങ്കിങ് LEDs ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ കണ്ണ് കാണാത്ത ഭാഗത്ത് ഒരു വണ്ടി വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് അറിയുമ്പോൾ എന്താ ഒരു ഗുണം സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ബാക്കിലൊരു വണ്ടി ശരിക്കും നമ്മുടെ കണ്ണ് കാണാത്തൊരു ഭാഗമാണ്, ആ ഭാഗത്ത് ഒരു വണ്ടി വരുമ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും. സോ നമ്മൾ കുറച്ചും കൂടി കോഷനായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഫീച്ചർ. പിന്നുള്ളത് ഇതിൻ്റെ അകത്ത് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ പാർക്കിംഗ് ഉണ്ട്. പാരലൽ പാർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെഗ്മെൻറ്റിൽ ശരിക്കും എൻഡേവറിനുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ശരിക്കും പെർപെൻഡിക്കുലർ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ ശരിക്കും നമ്മൾ പാരലൽ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ഔട്ട് എടുക്കും. അതായത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഫീച്ചറും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് എന്താ പറയുക നല്ലൊരു ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിനകത്ത് കൊളിഷൻ അസിസ്റ്റ് എന്നൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ കൊളിഷൻ വാർണിംഗ് അസിസ്റ്റ് എന്നൊക്കെ പറയാം. ഇപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ നല്ല ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ വണ്ടി നമ്മൾ അറിയാതെ തന്നെ ഒന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഡ്രൈവർ ആക്ച്വലി അവിടെ ബ്രേക്കിൽ കാല് വെച്ചില്ലെങ്കിൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അതേ തന്നെ 40യുടെ മേലാണ് വണ്ടി ഓടിക്കുന്നത്, അത് നമ്മളൊരു 60 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ആ ഒരു സ്പീഡിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംഭവിക്കുന്നു വെച്ചിട്ട് വണ്ടി എന്താ ചെയ്യുക വെച്ചാൽ ഈ ഒരു 60 കിലോമീറ്റർ അല്ലെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡിനെ ഓട്ടോമാറ്റിക്കലി ഒരു 40 കിലോമീറ്റർ ആയിട്ട് കുറയ്ക്കുകയും ആ പോയി ഇടിച്ചാൽ പോലും നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കുറയാൻ സഹായിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും ഈ ADAS എന്ന ഫംഗ്ഷൻ. ശരിക്കും ഇത് ഫസ്റ്റ് ടൈമാണ് ഈ സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ആക്ച്വലി ഗ്ലോസ്റ്ററിൻ്റെ
ഗ്ലോസ്റ്ററിനെ ഈ പറഞ്ഞ കോമ്പറ്റീഷനെക്കാട്ടിലും കുറച്ചുകൂടി വമ്പൻ അല്ലെങ്കിൽ കേമൻ എന്നൊക്കെ ആക്കുന്നത്. ഗ്ലോസ്റ്ററിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാം. ഗ്ലോസ്റ്ററിൻ്റെ എഞ്ചിൻ ആദ്യം തന്നെ പറയാനുള്ളത് ഇതും ഒരു സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറാണ്. ട്വിൻ ടെർബോ ആദ്യമായിട്ട് വന്ന സെഗ്മെൻറ്റിലെ ഈ വണ്ടിയിലാണ്. ട്വിൻ ടെർബോ എന്ന് ഉദ്ദേശിക്കുന്നത് നോർമൽ ടെർബോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ എൻഡവറിലൊക്കെ ഉപയോഗിക്കുന്നത് ശരിക്കും ഒരു നോർമൽ ടെർബോ അല്ലെങ്കിൽ ഫോർച്യൂണറിൽ ഉപയോഗിക്കുന്ന നോർമൽ ടെർബോ. ട്വിൻ ടെർബോ എന്ന് പറയുമ്പോൾ ശരിക്കും 2 ടെർബോ ആണ്. 2 ടെർബോ വരുമ്പോൾ ഗുണം എന്താ സംഭവിച്ചാൽ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് BHPയും അതുപോലെ ടോർക്ക് റേഷ്യോയിലും എല്ലാത്തിലും വ്യത്യാസം വരും. ഈ വണ്ട സ്പെക് റേഷ്യോ എന്ന് പറയുമ്പോൾ ഏകദേശം 218 BHP ഓഫ് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടോർക്ക് എന്ന് നോക്കുമ്പോൾ ഏകദേശം 480 Nm ഓഫ് ടോർക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ടോപ്പ് ലീഡിംഗ് ആണ് ഇത്രയും പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പവർ എന്തായാലും ഈ വണ്ടിക്ക് വേണം. കാരണം എന്താ വെച്ചാൽ ഇതൊരു 2500 കിലോയുടെ മുകളിൽ വെയിറ്റ് വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ശരിക്കും ഇത്രയും ഇല്ലെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് ആ വിചാരിച്ച ഒരു കംഫർട്ടിൽ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിയുടെ ശരിക്കും ഒരു 0 to 100 റേഷ്യോ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു 10 സെക്കൻഡിനെക്കാളും കൂടുതൽ ഒരു 10-11 ആ സെക്കൻഡ്സിൻ്റെ മുകളിലാണ് 0 to 100 ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോർക്ക് റേഷ്യോ ആണ് ശരിക്കും ഇതിനെ പുള്ളി ഇത് അവിടെ എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ്. ശരിക്കും ലാഡർ ഓൺ ഫ്രെയിമാണ് വണ്ടി എങ്കിൽ പോലും നമുക്ക് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ശരിക്കും ഒരു ബോഡി ഓൺ ഫ്രെയിം എന്നുള്ള ഫീല് തോന്നിക്കില്ല. അപ്പോൾ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാരണം ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതിൻ്റെ ട്രാവൽ കുറവാണ്. അതായത് നമുക്ക് വീലിൻ്റെ ഈ പറഞ്ഞ സസ്പെൻഷൻ ട്രാവൽ നമ്മൾ പറയും, ആ സസ്പെൻഷൻ ട്രാവൽ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി അതർ ബ്രാൻഡ്സ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് തന്നെയായിരിക്കും ഈ എന്താ പറയുക ഈ ഷേക്ക് അല്ലെങ്കിൽ ഉലച്ചലിനൊക്കെ ഒരു കുറവ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടായിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. നമുക്ക് ഫ്രണ്ടിൻ്റെ അറ്റം നോക്കി ഓടിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോണറ്റിൻ്റെ അറ്റം കൃത്യമായി കാണാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബോണറ്റിൻ്റെ മാത്രമല്ല ഇതിൻ്റെ ഡാഷ്ബോർഡ് കുറച്ചും കൂടി താഴ്ന്നിട്ടാണ്. അപ്പോൾ അതും ശരിക്കും നമുക്കൊരു കംഫർട്ടായിട്ടുള്ളൊരു ഫീൽ തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ നല്ല സുഖമാണ് ഓടിക്കാനായിട്ട്, നല്ല കംഫർട്ടാണ്. പ്രത്യേകിച്ച് പവറും ഉണ്ട്, കംഫർട്ട് ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് ട്രാൻസ്മിഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരിക്കും ഇതിനകത്ത് വരുന്നത് 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഈ ട്രാൻസ്മിഷന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ട്രാൻസ്മിഷനാണ് BMW സോഴ്സ് ചെയ്യുന്നത്. അതായത് BMWയുടെ അല്ല, BMW പോലത്തെ കമ്പനികൾ സോഴ്സ് ചെയ്യുന്നത് ZF എന്ന ഒരു ട്രാൻസ്മിഷൻ ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്നാണ് ശരിക്കും ഗിയർ ബോക്സ് സോഴ്സ് ചെയ്യുന്നത്. അതേ സ്ഥലത്ത് നിന്നാണ് MGയുടെ ഗ്ലോസ്റ്ററിൻ്റെ ഗിയർ ബോക്സും സോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം റിഫൈൻമെൻറ്റും അതുപോലെ ഒരു ടോർക്ക് കൺവേർട്ടർ ശരിക്കും ഭയങ്കര റെസ്പോൺസീവാണ്. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ഗിയർ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും എടുത്ത് പറയേണ്ട കാര്യം തന്നെ. പിന്നെ അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് വണ്ടി ഓടിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് പാഡൽ ഷിഫ്റ്റ്സ് അവൈലബിൾ ആണ്. പാഡൽ ഷിഫ്റ്റ്സിൽ വണ്ടി ഓടിക്കുമ്പോഴാണ് നമുക്ക് ഒരു മാനുവലി ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടുക. പ്രത്യേകിച്ച് എനിക്ക് ഇതാണ് കുറച്ച് കൂടുതൽ താല്പര്യം. ഈ വണ്ടിയുടെ അപ്പ് ഷിഫ്റ്റ്സ് ഒക്കെ ഭയങ്കര പെട്ടെന്നാണ് കയറിപ്പോണത്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഗിയറിൻ്റെ റേഷ്യോ അപ്പ് ഷിഫ്റ്റ്സ് ഭയങ്കര പെട്ടെന്നാണ്. പക്ഷേ നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഡൗൺ ഷിഫ്റ്റ്സ് നമ്മൾ വിചാരിച്ച് ആ കയറിപ്പോയ രീതിക്കല്ല തിരിച്ചിറങ്ങി വരണേ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ലാഗ്, അവിടെ ഒരു ചെറിയ പവർ ലോസ് പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ട്വിൻ ടെർബോ അല്ലാത്തൊരു നോർമൽ ടെർബോയിലെ വേർഷൻ ഉണ്ട്. അതാകുമ്പോൾ വ്യത്യാസം വരുന്നത് 2 ലിറ്ററിൻ്റെ എഞ്ചിൻ തന്നെയാണ്, പക്ഷേ സ്പെക്കിൽ വ്യത്യാസം വരും. നമ്മൾ BHP നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 163 BHPയും അതുപോലെ 375 Nm ഓഫ് ടോർക്ക് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടി പവർ കുറവായിരിക്കും. അപ്പോൾ ആ പവർ കുറയുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത്രയും പവർ കുറഞ്ഞിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ആ വണ്ടിക്ക് വെയിറ്റും കുറവാണ്. അപ്പോൾ ഇതിനെക്കാട്ടിലും വെയിറ്റ് കുറഞ്ഞ വണ്ടി ആയതുകൊണ്ടും അതുപോലെ അതിൻ്റെ അകത്ത് ഓൾ വീൽ ഡ്രൈവ് ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ടും എനിക്ക് തോന്നുന്നു ആ ഒരു പവർ വെച്ചിട്ട് കംഫർട്ടബിളായിട്ട് അത് പോകാൻ പറ്റും തോന്നുന്നുണ്ട്. MG ഗ്ലോസ്റ്ററിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു 28 lakhs എന്നാണ്. ശരിക്കും 28 എന്നല്ല, നമുക്ക് 29 തന്നെ പറയണം. 28.98 lakhs മുതലാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ 2 വീൽ ഡ്രൈവ് വേർഷനാണ്. അതിൻ്റെ ഈ ഫുൾ സ്പെക്ക് ആയിട്ടുള്ള നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓൾ വീൽ ഡ്രൈവ് വിത്ത് ഈ ഓട്ടോണമസ് ഫംഗ്ഷനൊക്കെ ഉള്ളൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 35 lakhs, അതായത് 35.38 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. MG ഗ്ലോസ്റ്റർ ഇന്ത്യയിലേക്ക് ഇറക്കിയപ്പോൾ MG ശരിക്കും നല്ല ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ വണ്ടി. ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. ശരിക്കും കോമ്പറ്റീറ്ററിന് ഇല്ലാത്ത ക്വാളിറ്റീസ് നോക്കി ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് MG. പക്ഷേ എനിക്ക് എവിടേക്കോ ഇതിനൊരു ലാൻഡ് ക്രൂസറോ അല്ലെങ്കിൽ നിസാൻ പാട്രോളിൻ്റെ ഒക്കെ എവിടേക്കോ ഒരു ഫീല്, ഞാൻ അതുപോലെ എന്നാൽ ഞാൻ പറയുന്നില്ല, പക്ഷേ എവിടേക്കോ ഒരു ഫീല് മേ ബി ലെങ്ത്ത് കാരണമായിരിക്കും നമുക്കത് ഫീൽ ചെയ്യുക. അതുപോലെ പ്ലഷ് ഇൻറ്റീരിയേഴ്സാണ്, പ്രത്യേകിച്ച് നാപ്പ ലെതറിൻ്റെ ഒക്കെ ക്വാളിറ്റി നമുക്ക് കുറച്ചും കൂടി ഈ ലെവലിനെക്കാട്ടിലും മുകളിലെ വണ്ടി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഓട്ടോണമസ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഇത് ഫസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ബെസ്റ്റ് പാക്കേജാണ് ഈ MGയുടെ ഗ്ലോസ്റ്റർ എന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ എൻ്റെ വേർഡിക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, MG ഗ്ലോസ്റ്റർ, എവറിത്തിങ് ഇൻസൈഡ്.